ഹായ് ഉള്ള എല്ലാവർക്കും മഡ 24/7 മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. RRBയുടെ സ്റ്റാറ്റിക് GK ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SCO എന്താണ്? SCO എന്താണ്? 2001 ചൈനയിൽ രൂപീകരിക്കപ്പെട്ട ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SCO എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിൻഗാമി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഷാങ്ഹായ് 5 ആണ്. ഷാങ്ഹായ് 5 ഫോം ചെയ്യുന്നത് 1996 5 രാജ്യങ്ങൾ ചേർന്നാണ്. അപ്പോൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അതിന്റെ പിൻഗാമി ആരായിരുന്നു? ഷാങ്ഹായ് 5 ആയിരുന്നു അല്ലെ. ഷാങ്ഹായ് 5 എന്നാണ് ഫോം ചെയ്യുന്നത്? 1996 5 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ് ഷാങ്ഹായ് 5 എന്ന് പറയുന്നത്. അതാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ പിൻഗാമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏത് രാജ്യങ്ങളാണ്? 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കുക? കസാക്കിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ. ഏതൊക്കെയാണ്? കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ. പിന്നെ ഏതൊക്കെയാണ്? ചൈനയും റഷ്യയും ഓർത്തിരിക്കുക കേട്ടോ. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, പിന്നെ ചൈനയും റഷ്യയും ചേർന്നാണ് ഷാങ്ഹായ് 5 1996 രൂപീകരിക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? 2001 ഉസ്ബെക്കിസ്ഥാനെ കൂടി ആഡ് ചെയ്തുകൊണ്ട് ഷാങ്ഹായ് 5 എന്തായി മാറി? ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ആയിട്ട് മാറി അല്ലെ. 2001 ഉസ്ബെക്കിസ്ഥാനെയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഷാങ്ഹായ് 5 എന്തായി മാറുന്നു? ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്നു. അപ്പോൾ SCO എന്നാണ് ഫോം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴാണ്? 2001 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. SCO ഫോം ചെയ്യുന്നത് 2001 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2 പെർമനന്റ് ബോഡീസ് ഏതൊക്കെയാണ്? 2 പെർമനന്റ് ബോഡീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഏതൊക്കെയാണ്? ദ സെക്രട്ടേറിയറ്റ് അതെവിടെയാണ്? ബീജിംഗിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സെക്രട്ടേറിയറ്റ്. പിന്നെ ഏതാണ്? ദ റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ റാറ്റ്സ് എന്നുള്ളത്. ഇത് രണ്ടുമാണ് SCOയുടെ 2 പെർമനന്റ് ബോഡീസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? ദ സെക്രട്ടേറിയറ്റ്, ദ റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ എന്നുള്ളത് ഓർത്തിരിക്കുക. സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം എവിടെയാണ്? ബീജിംഗിലാണ്. റാറ്റ്സ് അല്ലെങ്കിൽ ദ റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ അതെവിടെയാണ്? താഷ്കന്റിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബീജിംഗിലാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എപ്പോഴാണ്? ഇമ്പോർട്ടന്റ് ആണ്. 2001 നമ്മൾ പറഞ്ഞു. 2001 ജൂൺ 15 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2001 ജൂൺ 15 SCO ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. 2005 ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത്. ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്ന വർഷം ഏത് വർഷത്തിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത്? 2005 ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത്. അത് കസാക്കിസ്ഥാനിലെ അസ്താനയിലായിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ 2005 ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത് കസാക്കിസ്ഥാനിലെ അസ്താനയിലായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യ ജോയിൻ ചെയ്തത് എന്നാണ്? അപ്പൊ പങ്കെടുത്തത് നമ്മൾ പറഞ്ഞു 2005 അപ്പൊ ഇന്ത്യ ജോയിൻ ചെയ്തത് എപ്പോഴാണ്? ജോയിൻ ചെയ്തത് 2017 ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനും കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനും ജോയിൻ ചെയ്തത് എപ്പോഴാണ്? 2017 ജൂൺ 9. 2017 ജൂൺ 9 ഇന്ത്യയും പാകിസ്ഥാനും. 2017 തന്നെയാണ് പാകിസ്ഥാനും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ജോയിൻ ചെയ്ത വർഷം ഓർത്തിരിക്കുക. 2017 ജൂൺ 9. 2017 ജൂൺ 9 ഇന്ത്യ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ 2001 ഇത് ഫോം ചെയ്തു. 2005 ഇന്ത്യ ആദ്യമായി പങ്കെടുത്തു. ഇന്ത്യ ജോയിൻ ചെയ്ത വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 2017 എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബീജിംഗ് ആണ്. ചൈനയിലെ ബീജിംഗ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ളതും ഓർത്തിരിക്കുക.
ഇനി നമ്മൾ നോക്കുന്നത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഏതൊക്കെയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ്? ഏതൊക്കെയാണ്? എന്താണ് ഉത്തരം? അറിഞ്ഞിരിക്കുക. ചൈനീസും റഷ്യനുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ചൈനീസും റഷ്യനുമാണ്. പഠിക്കാട്ടോ, ഇപ്പൊ തന്നെ പഠിക്കുക. ഏതൊക്കെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ്? ചൈനീസും റഷ്യനുമാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആദ്യ കൾച്ചറൽ ടൂറിസം ക്യാപിറ്റലായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ്? ചോദ്യം. ആദ്യ കൾച്ചറൽ ടൂറിസം ക്യാപിറ്റലായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ വാരാണസിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്യോ കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യ കൾച്ചറൽ ടൂറിസം ക്യാപിറ്റലായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ വാരാണസിയെയാണ് ആദ്യ കൾച്ചറൽ ആൻഡ് ടൂറിസം ക്യാപിറ്റലായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ വാരാണസിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എസ്സിഒയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. എന്തൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, ഗവേഷണം, സാങ്കേതിക വിദ്യ, സംസ്കാരം, വിദ്യാഭ്യാസം, ഊർജം, ഗതാഗതം, ടൂറിസം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഫലപ്രദമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുക. ഏതൊക്കെ മേഖലയിലാണ്? വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, ഗവേഷണം, സാങ്കേതിക വിദ്യ, സംസ്കാരം, വിദ്യാഭ്യാസം, ഊർജം, ഗതാഗതം, ടൂറിസം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഫലപ്രദമായ സഹകരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. പിന്നെ എന്താണ്? സമാധാനവും സുരക്ഷയും സുസ്ഥിരതയും നിലനിർത്താനും ഉറപ്പാക്കാനും സംയുക്ത ശ്രമങ്ങൾ നടത്തുക. ജനാധിപത്യപരവും നീതിയുക്തവും യുക്തിസഹവുമായ രാഷ്ട്രീയ, സാമ്പത്തിക, അന്താരാഷ്ട്ര ക്രമം സ്ഥാപിക്കുന്നതിലേക്ക് നീങ്ങുക എന്നിവയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ ഏതൊക്കെ മേഖലകളാണ് അവർ ശ്രദ്ധയൂന്നുന്നത്? വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, ഗവേഷണം, സാങ്കേതിക വിദ്യ, സംസ്കാരം, വിദ്യാഭ്യാസം, ഊർജം, ഗതാഗതം, ടൂറിസം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഫലപ്രദമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുക. സമാധാനവും സുരക്ഷയും സുസ്ഥിരതയും നിലനിർത്താനും ഉറപ്പാക്കാനും സംയുക്ത ശ്രമങ്ങൾ നടത്തുക. ജനാധിപത്യപരവും നീതിയുക്തവും യുക്തിസഹവുമായ രാഷ്ട്രീയ, സാമ്പത്തിക, അന്താരാഷ്ട്ര ക്രമം സ്ഥാപിക്കുന്നതിലേക്ക് നീങ്ങുക എന്നിവയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്. ആരൊക്കെയാണ് ഇതിലെ മെമ്പേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് എക്സാമിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ആരൊക്കെയാണ് എസ്സിഒയിലെ മെമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 9 മെമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇന്ത്യ മെമ്പറാണ് ചൈന, പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് കൂടെ നമുക്കൊന്ന് മൈൻഡിൽ വെക്കാം. കാരണം ഇത് ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ എല്ലാം കൂടെ ഓർമ്മ ഒന്നും വരില്ല. അപ്പോൾ നമുക്കൊരു ട്രിക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ട്രിക്ക് എന്ന് ചോദിച്ചാൽ അതൊരു ട്രിക്ക് തന്നെയാണ്. ട്രിക്ക് കുപ്പി എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പൊ എസ്സിഒയിലെ മെമ്പേഴ്സിനെ കുറിച്ച് ഓർത്തിരിക്കാൻ ട്രിക്ക് കുപ്പി എന്നുള്ളത് ഓർത്തിരിക്കുക. ട്രിക്ക് കുപ്പി എന്നുള്ളത് നമുക്കൊന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ അപ്പൊ ആദ്യം ഒന്ന് കോഡൊന്ന് മൈൻഡിൽ വെക്കുക. ട്രിക്ക് കുപ്പി അല്ലെ. അപ്പൊ ഏതൊക്കെയാ മെമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമുക്കിനി ഒന്ന് നോക്കാം. ട്രിക്ക് കുപ്പി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ട്രിക്ക് എന്ന് പറയുമ്പോൾ താജിക്കിസ്ഥാൻ, റഷ്യ, ഇന്ത്യ, ചൈന, കസാക്കിസ്ഥാൻ. ട്രിക്ക് പഠിച്ചല്ലോ. ട്രിക്കിലുള്ള നമുക്ക് ആദ്യം നോക്കാം. ഏതൊക്കെയാണ്? താജിക്കിസ്ഥാൻ, റഷ്യ, ഇന്ത്യ, ചൈന, കസാക്കിസ്ഥാൻ. അപ്പൊ ട്രിക്കിലുള്ള കൺട്രീസ് ആയി താജിക്കിസ്ഥാൻ, റഷ്യ, ഇന്ത്യ, ചൈന, കസാക്കിസ്ഥാൻ. ഇനി കുപ്പിയാണ്. കുപ്പിയിൽ ഏതൊക്കെയാണ് വരുന്നത്? കിർഗിസ്ഥാൻ വരുന്നു, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ. ഏതൊക്കെയാണ് കുപ്പിയിൽ? ഏതൊക്കെയാണ്?
കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ. കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ട്രിക്ക് കുപ്പി SCO മെമ്പേഴ്സിനെ ഓർക്കാൻ നിങ്ങൾ എന്താ ഓർത്തിരിക്കുക? ട്രിക്ക് കുപ്പി എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ. ട്രിക്ക് കുപ്പി എന്നുള്ള ഓർത്തിരിക്കുക. അപ്പോൾ താജിക്കിസ്ഥാൻ, റഷ്യ, ഇന്ത്യ, ചൈന, കസാക്കിസ്ഥാൻ. കുപ്പി എന്ന് പറയുമ്പോൾ കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇറാൻ 9ാമത്തെ മെമ്പറായിട്ട് എന്നാണ് ജോയിൻ ചെയ്തത്? ആ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2023 കേട്ടോ ഇറാൻ ജോയിൻ ചെയ്യുന്നത്. 2023 ഇറാൻ ജോയിൻ ചെയ്യുന്നത്. ഡേറ്റ് ഓർത്തിരിക്കുക, ജൂലൈ 4 ജൂലൈ 4 ഇറാൻ ജോയിൻ ചെയ്തത് എന്നുള്ളതും ഓർത്തിരിക്കുക. 2023 ഏത് ജോയിൻ ചെയ്യുന്നത്? ഇറാൻ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ട്രിക്ക് മറക്കില്ലല്ലോ. ട്രിക്ക് കുപ്പി എന്നുള്ളത് ഓർത്തിരിക്കുക. SCO മെമ്പേഴ്സിനെ ഓർത്തിരിക്കാൻ താജിക്കിസ്ഥാൻ, റഷ്യ, ഇന്ത്യ, ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രിക്ക് ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾക്കത് ആ ട്രിക്കിന് നേരെ ഓരോ ലെറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന കൺട്രീസിന്റെ പേര് നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരും. എല്ലാ ദിവസവും 3 മണിക്കായിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത് കേട്ടോ. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ RRB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അഡാ 24/7 മലയാളത്തിൽ RRBയുടെ 6ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പഠിക്കാൻ സമയമുണ്ട്. നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കൊരു ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും, അതിൽ ടീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ ടാഗ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഒരു ബാച്ചാണ് നമ്മുടെ RRB ബാച്ച് 6 എന്ന് പറയുന്നത്. അതുപോലെ ലൈവ് ക്ലാസ് ആയിട്ടായിരിക്കും എല്ലാ ക്ലാസ്സുകളും നടക്കുന്നത്. ലൈവ് ക്ലാസ്സുകൾ കാണാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഓൾറെഡി കൂപ്പൺ കോഡ് അപ്ലൈ എന്ന് പറഞ്ഞ് കാണിക്കാം. അവിടെ അത് റിമൂവ് ചെയ്തിട്ട് Y670 എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്